എത്ര കാശ് എന്ത് കൊടുത്താൽ കിട്ടും ഇങ്ങനത്തെ സ്ഥലങ്ങളും വ്യൂ? എത്ര സിറ്റി കിടന്ന് വലിയ വലിയ കെട്ടിടങ്ങൾ കണ്ടിട്ട് എന്ത് കാണിക്കാൻ? ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇതിനാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയേക്കുന്നത്. വാ, നാട്ടിലത്തെ റോഡ്, ആ ഒരു സെയിം പ്രകൃതി അല്ലേ? നമ്മുടെ ആ പച്ചപ്പും കാടും. ഗായ്സ്, അങ്ങനെ എല്ലാവർക്കും വേറെ വീഡിയോയിലോട്ട് സ്വാഗതം. എൻ്റെ അമ്മോ, അടിപൊളി വ്യൂ. ഞങ്ങളിന്ന് രാവിലെ 6 മണിക്ക് നല്ല അടിപൊളി റൈഡ് ഇറങ്ങി. കട്ട സീനായി, കട്ട കോമഡി ആയിരുന്നു കേട്ടോ ഇന്നത്തെ റൈഡ്. 6 മണിക്ക് ഇറങ്ങാൻ വിചാരിച്ചതാ റൈഡ് പോകാൻ വേണ്ടി. ഞങ്ങൾ വേറൊരു അടിപൊളി സ്ഥലം, അതായത് ബ്രോക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലം 300 കിലോമീറ്റർ ഉണ്ട്. 7 മണിക്കൂർ റൈഡ് പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ്. പക്ഷേ എല്ലാം കുളമായി കൈ കിട്ടി. നല്ല മഴ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, നനഞ്ഞ് കിടക്കുന്ന കണ്ടില്ലേ, കേട്ടില്ല മഴയായിരുന്നു. അപ്പോൾ ഗായ്സ്, അങ്ങനെ മഴ കാരണം ഞങ്ങൾ 11 മണി 12 മണി വരെ ഒരിടത്ത് വെയിറ്റ് ചെയ്തു. ഫുഡ് കഴിച്ചൊക്കെ അവിടെ കുത്തിയിരുന്ന് മഴ കഴിയാൻ വേണ്ടി. അപ്പോൾ പിന്നെ ഞങ്ങൾ റൂട്ട് മാറ്റി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയി എന്തായാലും തിരിച്ചു വരുമ്പോൾ നടക്കത്തില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് 1 മണി 2 മണിയായി ഇപ്പോൾ തന്നെ. അപ്പോൾ ഞങ്ങളിങ്ങനെ വേറെ റൂട്ടിലോട്ട് ഇറങ്ങിയത്. റീജിയണൽ സ്ഥലമാണ്, പക്ഷേ അത്ര നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള സ്ഥലം. അടിപൊളി സ്ഥലമാണ് ഗായ്സ്. വ്യൂ കണ്ടില്ലേ? എൻ്റെ അമ്മോ, അടിപൊളി. നോക്ക്, 2 സൈഡും നല്ല എന്താ പറയുക, കൃഷിയാണ് സംഭവം. പക്ഷേ ഇവിടെ നിന്നും കൃഷി കിട്ടില്ല കേട്ടോ. ഇവിടെ കഴിയുമ്പോൾ തരിശുഭൂമി പോലെ കിടക്കുക അധികത്ത്. പക്ഷേ നല്ല വ്യൂ 2 സൈഡിലോട്ടും. ഇനി മഴ പെയ്യില്ലേ എന്നൊരു പ്രാർത്ഥനയുള്ളൂ. കാരണം ഇന്ന് മഴ പെയ്താൽ ഞങ്ങൾ കുടുങ്ങിപ്പോവും. അപ്പോൾ ഞങ്ങൾ പുട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് വന്നത്, പുട്ടി. അപ്പം ഞങ്ങളിങ്ങോട്ട് പോകണമെന്ന് വിചാരിച്ചല്ല, ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ മഴ കുളമാക്കി. 1 മണിയായി, 2 മണിയായി. ഇനിയിപ്പം 5 മണിക്ക് ഇരുട്ടുകയും ചെയ്യും. ഞാൻ അതിൻ്റെ മുമ്പ് തിരിച്ചെത്തലും നടക്കത്തില്ല. ഓ ഗായ്സ്, അങ്ങോട്ട് നോക്ക്, കോടമഞ്ഞ് നോക്ക്, ഫുള്ള് കോട കേട്ടോ അവിടെയൊക്കെ. അടിപൊളി. കോടയാണോ മഴയാണോ ഇനി അവിടെ ചെല്ലുമ്പോൾ അറിയാം. അപ്പോൾ ഇന്ന് ഞങ്ങൾ 2 പേരല്ല, ഇന്ന് ഞങ്ങൾ 4 പേരാണ് പോകുന്നത്. എൻ്റെ കസിനും സുബിൻ ബ്രോയും പിന്നെ എൻ്റെ ഫ്രണ്ടുണ്ട് മാർവിൻ എന്ന് പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഇന്ന് റൈഡ് പോകുന്നത്. അടിപൊളി ബ്രോ, അടിപൊളി ഗായ്സ്. എന്തോ സ്ഥലമോ നോക്ക്, പൊളി. നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയത്തില്ല കേട്ടോ, ഞാൻ സമയം കിട്ടിയില്ല. ഞാൻ പെട്ടെന്ന് ഗോപ്രോ എടുത്ത്, ഇവരിപ്പോൾ 12 മണിക്ക് വേഗം ഇറങ്ങിയപ്പോൾ ഞാനും ഗോപ്രോ എടുത്ത് വേഗം തട്ടിക്കൂട്ടി ഇറങ്ങുമായിരുന്നു. റീജിയണൽ. ഇപ്പം ഞങ്ങൾ പോകുന്ന റൂട്ടുകളെല്ലാം അത്യാവശ്യം റീജിയണൽ. ഇതുണ്ട് ക്യാമ്പിംഗ് സൈറ്റാണോ ക്യാമറമാൻ കൂട്ടിയിട്ടേക്കുന്നു. ക്യാമ്പിംഗ് സൈറ്റ് കേട്ടോ ഇത്. അളിഞ്ഞ് പൊളിഞ്ഞ് കിടക്കും. എൻ്റെ അമ്മ പാവം ആൾക്കാർ പൈസയും കൊടുത്ത് ഒരു ദിവസം ബുക്ക് ചെയ്താന്ന് തോന്നുന്നു. നോക്ക്, ഇതിലും ഭംഗിയുള്ള എന്തെങ്കിലും കാണാം. എൻ്റെ അമ്മേ, അടിപൊളി. നോക്ക്, അങ്ങ് അറ്റത്തോട്ട് നോക്കുമ്പോൾ നമുക്ക് കോടമഞ്ഞ് കാണാം കേട്ടോ. പക്ഷെ അതെനിക്ക് ഇങ്ങോട്ട് അടുത്തോട്ടില്ല. അതാണ്. അപ്പോൾ നമുക്ക് എത്ര ക്ലിയർ ആയിട്ട് കാണുമെന്ന് എനിക്കറിയത്തില്ല. ഗായ്സ്, എനിക്ക് ഗോപ്രോയുടെ ആംഗിൾ ഒന്നും സെറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഇവർ പെട്ടെന്ന് ഇതായപ്പോൾ ഞാനും എടുത്തിയാടി അവരുടെ ഇങ്ങ് ചാടി പോകുന്നു. അപ്പോൾ എനിക്കറിയത്തില്ല കേട്ടോ എന്ത് ആംഗിളിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നുള്ളത്. ഞാൻ ഒരു ഫുഡ് കഴിക്കാൻ ഞങ്ങൾ അടുത്ത ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു നല്ല പാരഡൈസ് കഫേ എന്ന് പറഞ്ഞൊരു കഫേയിലോട്ട് പോവാം. അപ്പം ആ ഫെറിയയിലൊക്കെ കയറി പോകണമെന്നാണ് സുബിൻ ബ്രോ പറഞ്ഞത്. അപ്പോൾ ഫെറിയെ കയറി അപ്പുറത്ത് എത്തിയിട്ട് വേണം നമുക്ക് ഫുഡ് കഴിക്കാൻ. ഏതായാലും അടിപൊളി റൈഡായിരിക്കുന്നു വിശ്വസിക്കുന്നു. എല്ലാവരും എൻജോയ് ചെയ്യും, സ്ഥലം കാണും. വെൽക്കം ടു വിൽബർ ഫോഴ്സ് എന്ന് പറഞ്ഞ ചെറിയ ടൗൺ എത്തി. നല്ല അടിപൊളിയായിട്ട് പോകും. എബനേസർ റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത്. മറൂട്ട ഓർമ്മയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ സ്ഥലം, ഞങ്ങൾ പോയ സ്ഥലമാണ് മറൂട്ട. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു പാരലായിട്ട് റോഡാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് മറൂട്ടയുടെ. ഇപ്പോൾ ഒരു ആളനക്കമില്ലാത്ത സ്ഥലങ്ങൾ, ഇപ്പോൾ വിൻറ്റേജ് വണ്ടികളൊക്കെ കാണാൻ കേട്ടോ. വീടുകളാണെ പോലും എനിക്ക് തോന്നുന്നു പഴയ വീടുകൾ കേട്ടോ. എല്ലാം പഴയ സ്റ്റൈൽ വീടുകൾ കണ്ടില്ലേ, ഒരു പഴയ ഇംഗ്ലണ്ട് സ്റ്റൈൽ വീടുകളൊക്കെയാണ്. അങ്ങനെ ഗായ്സ്, നല്ല ശ്യാമസുന്ദര ശാന്തമായ സ്ഥലങ്ങളിൽ കൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതോ ഒരു അടുത്ത ചെറിയൊരു വില്ലേജ് ടൗൺ എത്തി കേട്ടോ. എന്നാൽ മഴ പെയ്ത് ഇവിടെ ആകെ അളിഞ്ഞു പൊളിഞ്ഞ് കിടക്കുക. കുതിര ഓട്ടത്തിൻ്റെ സ്ഥലം ഇതാ എനിക്ക് തോന്നുന്നു. എങ്ങനെ എന്തോ സാധനമാണെന്ന് തോന്നുന്നത്. അഴുക്ക് റോഡാണ് കേട്ടോ ഗൈസ്. ഇത് നല്ല രസമുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള സ്ഥലമേ, നല്ലൊരു ഗ്രാമപ്രദേശം. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നതും ഇങ്ങനത്തെ റീജിയണിൽ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഫുൾ കൺട്രി സൈഡ് നിങ്ങളിരുന്നിങ്ങനെ സ്ഥലങ്ങൾ ആസ്വദിച്ചോ. അത് തന്നെ കാണാൻ നല്ല ഇതാണ്. ഓസ്ട്രേലിയയുടെ റീജിയണൽ സ്ഥലങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ്. കണ്ടില്ലേ, ഇങ്ങനെ കിടക്കുക. അയ്യോ, ഇങ്ങനെ അവർ പുല്ലെല്ലാം ഇങ്ങനെ ചെയ്തിട്ടേക്ക്. ഇതവിടുത്തെ പഴയ പെട്രോൾ പമ്പ് കേട്ടോ. കണ്ടോ, ഇങ്ങനെ ചെയ്തിട്ടേക്കും അവർ. അങ്ങനെ നമ്മൾ ലോവർ പോർട്ട്ലാൻഡ് എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് തിരിഞ്ഞു.
വാ, നാട്ടിലത്തെ റോഡ്, ആ ഒരു സെയിം പ്രകൃതി അല്ലേ? നമ്മുടെ ആ പച്ചപ്പും കാടും, നമ്മുടെ എന്താ പറയുക, കേരളത്തിൽ കൂടെ ബൈക്ക് ഓടിച്ചുകൊണ്ടൊക്കെ നമ്മളും യാത്ര ചെയ്യുന്ന അതേ സ്ഥലം പോലെ. എനിക്ക് ഈ ഓസ്ട്രേലിയയിൽ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് നമ്മൾ ആ യൂറോപ്പിലൊന്നും പോകുന്ന ആ ഒരു വ്യത്യസ്ത ലാൻഡ്സ്കേപ്പും കാര്യങ്ങളും ഇല്ല. ഇവിടെ വരുമ്പോൾ ശരിക്കും നമ്മുടെ നാട് തന്നെ, നാട്ടിലത്തെ അതേ മണ്ണും അതേ ഇത്. കാരണം ഏകദേശം അതിനോടടുത്ത് കിടക്കുന്നൊരു ഭൂഖണ്ഡമാണല്ലോ. ഇവിടെ ഒന്നും അധികം അങ്ങനെ കാണാനില്ല കേട്ടോ. ഇതൊക്കെ തന്നെ ഉള്ളൂ. ഞാൻ അങ്ങോട്ട് പോയിട്ട് കുറച്ചുകൂടെ അകത്ത് കയറിയിട്ട് നല്ല വ്യൂസ് കാണും, നല്ല നല്ല സ്ഥലങ്ങൾ കാണിച്ചു തരാം. നല്ല പീസ്ഫുൾ സ്ഥലമാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ ഒരു ശാന്തത വരും മനസ്സിന്. ഓടിക്കുമ്പോൾ തന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് നല്ല ശാന്തത വരുന്നുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഇതിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങനെ നമ്മൾ നല്ല നല്ല സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കാട്ടിലോട്ടൊക്കെ എത്തുന്നതിൻ്റെ മുമ്പുള്ള പോലത്തെ സ്ഥലമാണ് ഈ സ്ഥലം. കുറച്ചുകൂടെ കഴിയുമ്പോൾ നല്ല സെറ്റ് സ്ഥലങ്ങൾ വരും. കണ്ടില്ലേ, ഇപ്പം തന്നെ തുടങ്ങി കണ്ടോ പഴയ ഇതും. എനിക്ക് പഴയ വണ്ടികളൊക്കെ കിടക്കുന്ന കാണുമ്പോൾ ഭയങ്കര ഇത് കേട്ടോ. അപ്പുറത്ത് റിവർ കാണാം. നമ്മൾ ഫെറിയുടെ അടുത്തെത്താനായെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. വോയിസ് നോക്ക്. ഓ, ഒരു മലിനപ്പെട്ടൊരു പുഴ കാണാം അവിടെ കേട്ടോ. മാലിന്യം കിടക്കുന്ന ഒരു പുഴ. ഓ, വ്യൂ, സൂപ്പർ വ്യൂ. ഓ അമ്മോ, പൊളി റോഡ് കേട്ടോ റൈഡ് ചെയ്യാൻ. എൻ്റെ അമ്മോ, എനിക്കത് അവിടെ ഇതാവോ ഇങ്ങനെ എക്സൈറ്റ്മെൻറ്റ് കയറും. പഴയ സ്ഥലങ്ങളോട്ടോ, പഴയ ബിൽഡിങ്ങുകൾ, ഏറ്റവും പഴയ സ്ഥലങ്ങളാണ്. അടിപൊളി. എന്നാ വീട് ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഫ്രണ്ട് നല്ലൊരു ബാൽക്കണി വ്യൂ, അങ്ങോട്ടുള്ള വ്യൂ ഉണ്ടല്ലേ. അയാൾ കറക്റ്റ് നല്ല സ്ഥലത്തോട്ടാണ് വെച്ചേക്കുന്ന വീട്. നല്ല അടിപൊളി വ്യൂ കേട്ടോ. അങ്ങോട്ട് ഗോപ്രോയിൽ ഈ മരങ്ങൾ സൈഡിൽ നിൽക്കുന്നുണ്ട്, അപ്പുറത്തോട്ട് നിങ്ങൾക്ക് കാണുന്നില്ലായിരിക്കും. പക്ഷേ അന്യായ വ്യൂ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, മനസ്സിനൊരു നമ്മൾ ഈ വാൾപേപ്പറിലൊക്കെ കാണുന്ന പോലെ വീടും ഇങ്ങനെ കിടക്കുന്നൊരു വ്യൂ. എത്ര കാശ് എന്ത് കൊടുത്താൽ കിട്ടും ഇങ്ങനത്തെ സ്ഥലങ്ങളും വ്യൂ. എത്ര സിറ്റി കിടന്ന് വലിയ വലിയ കെട്ടിടങ്ങൾ കണ്ടിട്ട് എന്ത് കാണിക്കാൻ. ഇതാണ് നമുക്ക് കാണേണ്ടത്. ഇതിനാണ് ദൈവം നമ്മളെ ഉണ്ടാക്കിയേക്കുന്നത്. ഇങ്ങനത്തെ പ്രകൃതി പ്രദേശങ്ങൾ, നമ്മുടെ ഗ്രാമപ്രദേശങ്ങളൊക്കെ വിട്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ അതിൻ്റെ വില തിരിച്ചറിയുന്ന പിന്നെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ വീണ്ടും വന്ന് കാണുമ്പോഴാണ്. നമ്മൾ നാട് വിട്ട് വലിയ വലിയ സിറ്റികളിലോട്ടൊക്കെ പോയി നമ്മളങ്ങ് നമ്മുടെ നാടിനെ അങ്ങ് പുച്ഛിക്കും. പക്ഷേ ഞാൻ ഇപ്പോൾ സത്യം പറഞ്ഞത് നിലമ്പൂർ ജനിച്ച് വളർന്നത്. എനിക്കിപ്പോൾ എൻ്റെ നാടിനെ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അത്രയും 10-30 വർഷം അവിടെ ജീവിക്കാൻ, എന്താ പറയുക, ചെറുപ്പം തൊട്ട് അത്ര നല്ല നാട്ടിൽ ജീവിക്കാൻ കിട്ടിയതിൻ്റെ നമുക്ക് അതിൻ്റെ ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ഗ്രേറ്റ്ഫുൾനെസ് നമുക്ക് തോന്നും. ഫുള്ള് ചുരങ്ങൾ നിറഞ്ഞ വഴികളാണ് ഗൈസ്. എൻ്റെ കർത്താവ് ഇത്രയും പെട്ടെന്ന് വളവ് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ചുരം എന്ത് കുളമായത്. ഇത് മല തോരുന്നത് ഉണ്ടാക്കി വെച്ചേക്കാം. അയ്യോ, ഏതായാലും യാദർശികമായിട്ട് ഇന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്ത റൂട്ട് മാറി ഈ റൂട്ട് വന്ന് ഞങ്ങൾ ഇതിലെ ഇപ്പോൾ പോകുമ്പം ആക്ച്വലി എല്ലാ ദൈവത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു ഇത് നമ്മൾ സഞ്ചരിക്കുന്നത്, നമ്മൾ ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, നമുക്ക് ആഗ്രഹം ഉള്ളിൽ അത്ര ഉണ്ടെങ്കിൽ നമുക്ക് യാത്ര ചെയ്യണം. നമുക്ക് നല്ല നല്ല സ്ഥലങ്ങൾ, മലകൾ, ഇങ്ങനത്തെ നല്ല നല്ല പ്രകൃതി കാണണം, മരങ്ങൾ കാണണം, ആസ്വദിക്കണം എന്ന് നമുക്ക് ഉള്ളിൽ അങ്ങനെ ഒരു ഇത് വിചാരമുണ്ടെങ്കിൽ തന്നെ ദൈവം നമ്മൾ വിചാരിക്കാതെ തന്നെ ദൈവം എന്താ പറയുക അൺഎക്സ്പെക്റ്റഡ് വഴികളിൽ കൂടെ ഇങ്ങനത്തെ നമ്മൾ പ്രതീക്ഷിക്കാത്ത റൂട്ടുകൾ, ഇത്രയും ഇങ്ങനത്തെ നല്ല സീനിക്കായിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ എത്തിക്കുക. എൻ്റെ ജീവിതത്തിൽ ഒത്തിരി വട്ടം സംഭവിച്ചിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പ്ലാൻ ചെയ്ത് പോയിടത്തോട്ടൊക്കെ അത്രയും കുളമായ സ്ഥലങ്ങളായിരുന്നു. പക്ഷേ ഞാൻ അറിയാതെ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡായിട്ട് ഇറങ്ങി തിരിച്ചു പോകുന്ന സ്ഥലങ്ങൾ എപ്പോഴും നല്ല ഭയങ്കര സൂത്തിങ് ഭംഗിയുള്ള, ശരിക്കും ദൈവം ഉണ്ടാക്കിയ നമ്മുടെ പ്രകൃതിയുടെ ആ ഒരു ഭൂമിയുടെ ആ ഒരു സൗന്ദര്യം ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും പോകുന്നത്. ഓ ഗായ്സ്, അടിപൊളി, ഒന്നും പറയാനില്ല. പ്രകൃതിയിലേക്ക് അലിഞ്ഞ് ചേരുന്ന പോലത്തെ വഴികൾ. 2 കിലോമീറ്റർ വൈൻഡിങ് റോഡ് വേണം. ഇത് തന്നെ നമുക്ക് വേണ്ടി, വേറെ ഒന്നും നമുക്ക് വേണ്ട. വൈൻഡിങ് റോഡ്സ് തേടിയുള്ള യാത്രയാണ് നമ്മുടെ. കങ്കാരുവിൻ്റെ ഫോട്ടോ ഉണ്ട്, സോ ബി കെയർഫുൾ. ഈ കങ്കാരുവിൻ്റെ പ്രത്യേകത എന്താ അറിയോ? ദൈവം എനിക്ക് പറഞ്ഞിട്ട് പേടിയാവുന്നു, ഞാൻ പറയാതിരുന്നാൽ മതി. കാറിൻ്റെ മുമ്പിൽ ചാടുന്നവരാവില്ല, ബൈക്കിൻ്റെ മുമ്പിൽ ചാടുന്നു. ഈ നിങ്ങൾ ഒരു ബോധമില്ലാതെ എടുത്ത് ചാടിക്കൂല കേട്ടോ. അത് നമ്മൾ പിടിച്ചാലും കിട്ടൂല, വളരെ സൂക്ഷിക്കണം. അതുങ്ങളുടെ കാടാണ്, നമ്മളതിൻ്റെ നടുക്കൂടെ വഴി വെട്ടി നമ്മൾ പോകുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ദൈവം അവർക്ക് വേണ്ടി ഉണ്ടാക്കിയ സ്ഥലമാണ്. പൊളി വൈൻഡിങ് റോഡ്സ്, ഐ ലവ് ഇറ്റ്. പക്ഷേ ഇവിടെ റോഡ് കുറച്ച് പരിക്കനാണ് കേട്ടോ. അത്രയും നമ്മുടെ
എന്താ പറയുക, നമ്മൾ കാണുന്ന റോഡുകൾ പോലെ അത്ര നല്ല സോഫ്റ്റ് റോഡല്ല, നല്ല പരിക്ക റോഡാണ്. ഓ പൊളി മക്കളെ, സീൻ നോക്ക്. ഓ ഈ മരങ്ങളെല്ലാം കൂടെ, വ്യൂ സൂപ്പർ. എൻ്റെ അമ്മേ, വളരെ സൂക്ഷിച്ച് പോകണം. റോഡിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം പോലെ അൺലെവൽഡ് സർഫസസ് ഉണ്ട്, ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നത്. അപ്പം ഞാനൊന്ന് തെറിച്ചേനെ, അതെ ഒന്നെ തട്ടിയൊന്ന് തെറിച്ചതാണ് ഞാൻ. ഓ എന്നാ ഭംഗിയുള്ളൊരു ചെറിയൊരു വില്ലേജാണ് നോക്ക്. അവിടെ തിരിയണം അല്ലേ? നല്ലൊരു പാലം, നല്ല ഭംഗിയുള്ള പാലമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്താനായെന്ന് തോന്നുന്നു കേട്ടോ. 600 മീറ്റർ കൂടെ ഉള്ളൂ എത്തി. 22 മിനിറ്റ്. ഓ മൈ ഗോഡ്, എന്തൊക്കെയാണ് കാണിക്കുന്നത് 22 മിനിറ്റ് എന്ന്. ആ ഫെറിയെ കയറി പോണം. ഓക്കെ, വി വെയിറ്റ് ഫോർ ദ ഫെറി. അങ്ങനെ വീണ്ടും ഗൈസ് ഫെറിയെ കയറുന്നൊരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇതാണ് ഇവിടുത്തെ ഫെറി വന്നാൽ ഫെറിയെ കയറി പോവാം. ഇതാണ് നമ്മുടെ ചെക്കന്മാർ. പൊളിയല്ലേ? എന്നാ റൂട്ടല്ലേ? നമ്മൾ മറ്റേ പോകാനേ നന്നായി. അബദ്ധത്തിലാണെങ്കിലും നല്ല റൂട്ടിലെത്തി. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫെറിയെ കയറാൻ പോവാ. ഫെറിയെ കയറി അക്കരെ എത്തണം. ഇത് കുറച്ചുകൂടെ നല്ല വ്യൂ ഉള്ള റിപ്പോർട്ട് കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും. ഈ പുഴ നമ്മൾ കഴിഞ്ഞ വട്ടം കയറിയതിനേക്കാളാ അത് ചെറുതാണോ? മറ്റേ വലുത്? മറ്റേ വലുതെന്ന് തോന്നുന്നു. ഓക്കെ, ആ വേറെ സൈഡ്. ഓക്കെ, ഏതെ? ആ ഇത് പെട്ടെന്ന് എത്തുമല്ലോ അവിടെ. ഈ നാളെ പോയിക്കോളാൻ പറ. ആ ഓക്കെ. ഓക്കെ, എന്താ പറഞ്ഞേ?